എന്താണ് പാൻ 2.0? പുതിയ പാൻ കാർഡ് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പഴയ പാൻ കാർഡിന് എന്ത് സംഭവിക്കും? പ്രവാസികൾക്ക് പുതിയ പാൻ കാർഡ് എങ്ങനെ ലഭിക്കും? വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. ഇന്നത്തെ കാലത്ത് പാൻ കാർഡിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നത് മുതൽ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നത് വരെയുള്ള ഒരു പ്രധാനപ്പെട്ട രേഖയാണ് പാൻ കാർഡ്. ക്യാഷ് ട്രാൻസാക്ഷൻ ഉൾപ്പെടുന്ന മിക്കവാറും എല്ലാ അവസരങ്ങളിലും പാൻ കാർഡ് അത്യാവശ്യമാണ്. ഇൻവെസ്റ്റ്മെന്റ്, ഏതെങ്കിലും പ്രോപ്പർട്ടി വാങ്ങൽ എന്നിവയ്ക്ക് ഡോക്യുമെന്റ് പ്രൂഫായി നൽകേണ്ടതും പാൻ കാർഡ് തന്നെ. അതിനാൽ പാൻ കാർഡ് ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ആദായനികുതി വകുപ്പിന്റെ പാൻ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇതോടെ QR കോഡ് സൗകര്യമുള്ള ഒരു പുതിയ പാൻ കാർഡ് സൗജന്യമായി നിലവിൽ പാൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കും. പക്ഷേ പാൻ കാർഡ് ഇല്ലാത്തവർ പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കേണ്ടി വരും. പാൻ 2.0 വന്നാൽ നിലവിലെ കാർഡിന് എന്ത് സംഭവിക്കും? പുതിയ പാൻ എങ്ങനെ ലഭിക്കും? പഴയ പാൻ കാർഡ് പാൻ 2.0 വന്നാലും വാലിഡായി തുടരും. നിലവിലുള്ള പാൻ കാർഡിന്റെ ഇലക്ട്രോണിക് പതിപ്പ് അവരുടെ ഇമെയിൽ ID ലഭിക്കും. ഇത് അപേക്ഷിക്കാതെ തന്നെ ലഭിക്കും. ആർക്കെങ്കിലും ഫിസിക്കൽ കാർഡ് വേണമെങ്കിൽ അതിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടി വരും. രാജ്യത്തിനകത്താണ് താമസിക്കുന്നതെങ്കിൽ അതിന് 50 രൂപ നൽകണം. നിലവിലുള്ള പാൻ കാർഡ് ഉടമകൾക്ക് അവരുടെ ഇമെയിൽ, മൊബൈൽ അഡ്രസ് തുടങ്ങിയവയിൽ കറക്ഷൻ വരുത്തണമെങ്കിൽ പാൻ 2.0 പ്രോജക്റ്റ് ആരംഭിച്ചതിന് ശേഷം അത് സൗജന്യമായി ചെയ്യാം. ഇതുകൂടാതെ പേര്, ജനന തീയതി മുതലായവയിലും കറക്ഷൻ വരുത്താം. പാൻ 2.0 പദ്ധതിക്ക് കീഴിൽ QR കോഡ് ഉള്ളതിനാൽ വ്യാജ കാർഡുകൾ തിരിച്ചറിയുന്നത് എളുപ്പമാണ്. അതിലൂടെ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ ഡിജിറ്റൽ മോഡ് വഴി പരിശോധിക്കാനാകും. സർക്കാർ ഏജൻസികളുടെ എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങൾക്കും ഒരു യൂണിഫോം ബിസിനസ് ഐഡന്റിഫയർ സൃഷ്ടിക്കുക എന്നതാണ് പാൻ 2.0 പദ്ധതിയുടെ ലക്ഷ്യം. NRIസിന് പുതിയ പാൻ കാർഡ് ലഭിക്കാൻ എന്താണ് വഴി? എത്ര രൂപയാണ് ഫീസ്? പ്രവാസികൾക്ക് നികുതി റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിലോ നാട്ടിലെന്തെങ്കിലും ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിലോ പാൻ കാർഡ് നിർബന്ധമാണ്. ആവശ്യമായ ഡോക്യുമെന്റ്സും ഫീസും അടക്കം ഫോം നമ്പർ 49A വഴി ഒരു പ്രവാസിക്ക് പാൻ കാർഡിന് അപേക്ഷിക്കാം. പാൻ കാർഡ് സേവന കേന്ദ്രങ്ങൾ വഴിയോ UTIASL വഴി ഓൺലൈനായോ അപേക്ഷ നൽകാം. പ്രവാസികൾക്ക് പാൻ കാർഡ് ലഭിക്കണമെങ്കിൽ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്? പാസ്പോർട്ടിന്റെ പകർപ്പ് പാൻ അപേക്ഷാ ഫോമിനൊപ്പം ഐഡന്റിറ്റി പ്രൂഫായി നൽകണം. അഡ്രസ് പ്രൂഫായി പാസ്പോർട്ടിന്റെ പകർപ്പ് അല്ലെങ്കിൽ താമസിക്കുന്ന രാജ്യത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി അല്ലെങ്കിൽ NRI ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി എന്നിവ അപേക്ഷകർക്ക് നൽകാം. NRI അപേക്ഷകർക്ക് സ്വന്തമായി ഇന്ത്യൻ അഡ്രസ് ഇല്ലെങ്കിൽ വിദേശത്തെ വീടോ ഓഫീസോ അഡ്രസ്സായി നൽകാം. വിദേശത്തേക്കാണ് പാൻ കാർഡ് അയക്കേണ്ടതെങ്കിൽ 994 രൂപ നൽകണം. താങ്ക് യു.